റിയാലിറ്റി ഷോകളുടെ ലോകത്താണ് ഞാനും നിങ്ങളും ഇപ്പോൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലെയുള്ള സമൂഹത്തിന് ഒരു ഉപകാരവുമില്ലാത്ത ചില റിയാലിറ്റി ഷോകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ വ്യാപകമായി പ്രചാരണത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അതിനെക്കൊണ്ട് ഈ സമൂഹത്തിന്, ഈ നാടിന് എന്ത് നന്മയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മിൽ പല ആൾക്കാരും ബിഗ് ബോസിനെ കുറിച്ച് കേട്ടവരും കണ്ടവരും ഒരുപക്ഷെ പ്രേക്ഷകരുമൊക്കെ ആയിരിക്കാം. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഈ ബിഗ് ബോസ് കൊണ്ട് എന്ത് നേട്ടമാണ് ഈ സമൂഹത്തിനുണ്ടായിട്ടുള്ളത്? അതുകൊണ്ട് എന്ത് ധാർമ്മികമായ മൂല്യമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്? ഈ ബിഗ് ബോസിൽ മത്സരിക്കുന്ന ഓരോ മത്സരാർത്ഥികളെയും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ ഈ സമൂഹത്തിന് തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള ഓരോരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രചാരണത്തിൽ വന്ന പല ആളുകളുമാണ് അതിൽ മത്സരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട രണ്ട് പേരാണ് ആദിലയും നൂറയും. അവർ രണ്ടുപേരും ലെസ്ബിയൻസ് കപ്പിൾസാണ്. ഇത് ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് കണ്ടു. ഒരു മാതാവ് തൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെപ്പറ്റി അതിൽ എഴുതി വെച്ചത്, ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആ ഉമ്മയോട് പോയി പറഞ്ഞത്രേ, ഞാൻ ഭാവിയിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആദിലയും നൂറയും കല്യാണം കഴിച്ചതുപോലെയാണ് ഞാനും കല്യാണം കഴിക്കുക എന്ന് ആ ഉമ്മയോട് പറഞ്ഞപ്പോൾ ആകെ തരിച്ചു നിന്നു. ആ ഉമ്മ എന്നിട്ട് പറയുകയാണ്, എവിടെ നിന്നാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും തെറ്റായ ആശയങ്ങൾ ഇവരുടെ മനസ്സിലേക്ക് കടന്നു വന്നത്? എവിടെ നിന്ന് കിട്ടിയതാണ്? ഇതിനെനിക്ക് എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ആ ഉമ്മ അതിൻ്റെ കുറിപ്പിൻ്റെ കൂടെ ചേർത്തെഴുതുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇത്രയും തെറ്റായ ഒരു ആശയത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ ആരാണ് കൊണ്ടുപോയത്? നമ്മൾ പലപ്പോഴും ഇത്തരം തെറ്റായ ആശയങ്ങൾക്ക് വേണ്ടി ചുക്കാൻ പിടിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അതിന് പ്രധാന കാരണം ഒന്നാണ് ബിഗ് ബോസ് പോലെയുള്ള റിയാലിറ്റി ഷോകൾ. ജനങ്ങൾക്കിടയിൽ പ്രചാരണത്തിൽ ആളുകൾ കൂടുതൽ അതിനെ സ്വീകരിക്കപ്പെടുമ്പോൾ അതിൽ ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്ന് മത്സരാർത്ഥികളായി മത്സരിപ്പിക്കുമ്പോൾ അവരുടെ തെറ്റായ ആശയങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പങ്കുവെക്കുകയും അതിനെ സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സങ്കടകരമായ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂക്ഷിച്ചിരിക്കേണ്ട സമയമാണ്. ഈ ബിഗ് ബോസിൽ നിന്ന് ഈ സമൂഹത്തിന് കിട്ടുന്നത്, ആ ബിഗ് ബോസിൻ്റെ അകത്ത് നടക്കുന്ന തെറികളും വേണ്ടാത്ത പ്രവർത്തനങ്ങളും അശ്ലീലമായ പ്രവർത്തനങ്ങളുമൊക്കെ ഈ സമൂഹം ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇതൊക്കെ എല്ലാവർക്കും എവിടെയും എങ്ങനെയും ആവാം എന്ന ചിന്തയിലേക്കാണ് അതിലൂടെ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആദിലയും നൂറയുമൊക്കെ സ്വന്തം മാതാപിതാക്കൾക്ക് പുല്ല് വില കൽപ്പിക്കാത്ത, എന്ന് മാത്രമല്ല സമൂഹത്തിൻ്റെ മുമ്പിൽ സ്വന്തം മാതാപിതാക്കളെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്ത രണ്ട് വ്യക്തികളാണ്. ഇങ്ങനെയുള്ള സമൂഹത്തിന് വളരെ മോശമായ മെസ്സേജുകൾ മാത്രം നൽകിയിരിക്കുന്ന ഒരുപാട് വ്യക്തികളെ കൊണ്ടുവന്ന് അതിനകത്ത് മത്സരിപ്പിച്ച് അവരുടെ തെറ്റായ ആശയങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമായ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് പോലെയുള്ള റിയാലിറ്റി ഷോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ ബഹിഷ്കരിക്കാൻ വേണ്ടി തയ്യാറായില്ല എങ്കിൽ നേരത്തെ പറഞ്ഞ മാതാവിൻ്റെ അതേ ഗതി നമ്മിൽ പലർക്കും ഉണ്ടാകേണ്ടി വരും. അതിനൊരു സംശയവുമില്ല. ഇങ്ങനെ സമൂഹത്തിന് തെറ്റായ ദിശകൾ മാത്രമാണ് നമ്മിൽ പല റിയാലിറ്റി ഷോകളിലൂടെയും നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതിനെ പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കുക. ഈ സമൂഹത്തെ നന്മയിൽ നിന്ന് തിന്മയിലേക്കാണ് ഇത്തരം ഷോകൾ കൊണ്ടുപോകുന്നത്. ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമായ ആളുകൾ പോലും തെറ്റായ ആശയങ്ങളെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ഇത്തരം ഷോകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കുക. മാതാപിതാക്കൾ, യുവതികൾ, നിങ്ങളുടെ മക്കളൊക്കെ കൂടിയിരുന്നിട്ട് ഇതുപോലെയുള്ള റിയാലിറ്റി ഷോകൾ കാണുമ്പോൾ അതിൽ നിന്ന് മാതാവിനെ പോലും വില കൽപ്പിക്കേണ്ടതില്ല, മാതാവിനെ ധിക്കരിച്ച് നടന്നവർക്ക് പോലും സമൂഹത്തിൻ്റെ ഇടയിൽ സ്ഥാനമുണ്ട്, വിലയുണ്ട്, നിലയുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അങ്ങനെയുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ
ഒന്നിച്ചിരുന്ന മകൾ നാളെ നിങ്ങളോട് പെരുമാറുന്ന രൂപം എങ്ങനെയാണ് എന്നൊന്ന് സങ്കല്പിച്ചു നോക്കുക. ഇത്തരം ആശയങ്ങൾ ഒരുമിച്ചിരുന്ന് നിങ്ങളുടെ മക്കളിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി മാത്രം വഴിയൊരുക്കി കൊടുക്കുമ്പോൾ നാളെ അത് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു ഭീഷണിയായി മാറും എന്നതിൽ ഒരു സംശയവുമില്ല. ബഹിഷ്കരിക്കുക. നമ്മുടെ വീട്ടുകളിൽ നിന്ന്, നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇത്തരം തെറ്റായ ആശയങ്ങളെ പ്രചാരണത്തിലേക്ക് കൊണ്ടുവരുന്ന ഇത്തരം റിയാലിറ്റി ഷോകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ നമ്മൾ സംരക്ഷിക്കുക.